യഥാർത്ഥ വിജയം എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇത് ഒരു സിനിമയിലെ സൈഡാട്ടാ. എന്നാലും ശരി, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. സാറേ സൗണ്ട് കൊടുക്കാൻ പറ്റുക? എന്ത് അംഗവൈകല്യമുള്ള ബുദ്ധിമാന്ദ്യമുള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഒരു ഓട്ട മത്സര കുട്ടികളെല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാം ഡിസേബിൾഡാ. അവർ ഓട്ടം തുടങ്ങ. എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരെ തള്ളിയിട്ട് വിജയിക്കാണ് നമ്മളെ പഠിപ്പിച്ച്. ആ ഒരു കുട്ടി തടഞ്ഞു വീഴ. അക്കറിയാണ് ഒരുത്തും ജയിക്കാൻ പോവാ, അവൻ നാടെ പിടിക്കാൻ പോവാണ്. പക്ഷെ കൂടെ കരച്ചില് അവന് ഹൃദയത്തിനെ കൊണ്ടത്. ആ തിരിഞ്ഞു നോക്കി മറ്റൊരു എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാൻ വീടറിഞ്ഞ അവസ്ഥ, ഞാൻ പറഞ്ഞ വീണിട്ടുണ്ട്, തിരിച്ചു പോവാ. ടീമായിട്ട് പോകുന്നത്. ആ ഒരു സന്തോഷത്തോട്ട് ഇതാണ് യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്. എത്ര മതി. അപ്പേ ഞാൻ പറയണത്, ഞാൻ എല്ലാം തരുന്നതല്ല, എന്റെ കൂടെയുള്ളവരും എല്ലാം തരുന്നതല്ല. പക്ഷേ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് 2-10 ഒരുമിച്ച് പിടിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അതുവരെ ഒരുമിച്ചോളൂ. ആ ഓട്ടത്തില് നിങ്ങൾ മുഴുവനാണ് എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സക്സസ് ഒരുമിച്ച് ആഘോഷിക്കണം. നമുക്ക് വെറുതെ കയറി വന്നതല്ല, മനഃപൂർവ്വം കയറി വന്നത് തന്നെയാണ്. ഇന്നലെ പണക്കാരുടെ കയ്യിൽ മാത്രമുള്ള ആഘോഷങ്ങളുണ്ടല്ലോ, അത് സാധാരണക്കാരുടെ കയ്യിലേക്ക് മാറും. ഇതൊക്കെയാ ലക്ഷറി എന്ന് പറയുന്നത്. 3.5 ലക്ഷം റുപ്യന്റെ മാരുതി ഓട്ടോ വാങ്ങലല്ല ലക്ഷറി. ലക്ഷറി മീൻസ് ഫെസിലിറ്റീസ്. കാരണം നിങ്ങൾ ഇതിന്റെ ഫെസിലിറ്റി എന്താന്നുള്ളത്. വീട്ടിലെ ഡൈനിങ് ടേബിൾ അല്ല, വണ്ടീന്റെ അകത്താ. കാറ് നോക്കിയാൽ മതി, വേറൊന്നും നോക്കണ്ട. ഇങ്ങനെ തന്നെ വേണമെന്ന് ഇപ്പൊ എല്ലാവരും നടക്കൂല. പിള്ളേരൊക്കെ തന്നെ വണ്ടി കയറ്റിയാൽ മതി. ഇനി ആവശ്യമില്ലാതെ ഞാൻ സ്ലൈഡ് വെച്ച് പഠിപ്പിച്ചത് പറയണ്ട. ലിവിങ് ഈസ് ഈസി, ലിവിങ് ബെറ്റർ ഇസ് ഡിഫിക്കൽട്ട്. സാറേ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കും മരിക്കും തർക്കമൊന്നുമില്ല. എല്ലാ ജനിച്ചവരും ഇവിടെ ജീവിക്കുന്നുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ നന്നായി ജീവിക്കാനാ പ്രയാസം. അപ്പൊ ഞാന് അതിനിടയിൽ ഒരു എക്സ്പീരിയൻസ് വിളിക്കുകയാണ്. അതായത് ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു സാധാരണ മദ്രസാധ്യാപകനായി ജീവിക്കുന്ന സമയത്ത് 7,000 രൂപ ശമ്പളത്തില് ഒരു മദ്രസാധ്യാപകനായി ജീവിക്കുമ്പോ, കൊറോണ വന്ന സമയത്ത് വരുമാനം പകുതിയായി കുറഞ്ഞ് മദ്രസ പ്രവർത്തിക്കുന്നില്ല, 3,500 രൂപ ശമ്പളത്തിൽ ജീവിക്കുമ്പോ അയാളുടെ മരുമകന്, അതായത് മോളെ ഭർത്താവിന് നമ്മളെ ലീഡർ കൊണ്ട് ഓപ്പർച്യൂണിറ്റി കൊടുത്ത് 3,500 രൂപ കുടുംബം പോറ്റാണ്ടത് പ്രയാസോ ഞാൻ ക്ലാസ് എടുത്തതിന്റെ കാര്യമെന്ന് എനിക്കറിയാം. പക്ഷെ ഈ 3,500 കിട്ടുന്ന സമയത്ത് ഉസ്താദായിട്ടുള്ള മരുമകന് മോക്കിന് വഴി വരുമാനം കിട്ടുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ പറയാണ്, ഞങ്ങൾക്ക് പട്ടിണിയും പ്രയാസവും ഉണ്ടെങ്കിൽ ശരി,
എന്റെ മോക്ക് ഇതുകൊണ്ട് വരുമാനം കൊണ്ട് ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ മോളെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ ഇക്കുറി ഞാനങ്ങ് പോറ്റിക്കോളുന്നു. 3500 നിന്റെ ഒരു മോട് ഒന്ന് ജീവിച്ചോളൂ. അങ്ങനത്തെ വരുമാനം എന്റെ മോക്ക് പറ്റൂല. ആ വരുമാനം ജീവിക്കാൻ കഴിയില്ല. അതിനുശേഷം അയാളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വീട്ടിൽ പോയി പറഞ്ഞപ്പോ എന്തൊക്കെയോ സംശയങ്ങൾ മുഴുവനും ലീഡർമാർ തീർത്തു കൊടുത്തപ്പോ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അന്ന് മുതൽ ഫുൾ ടൈം ആയിട്ട് ഇന്ന് ലക്ഷങ്ങൾ മാസവരുമാനമാകുന്ന ഉമർ ഉസ്താദിനെ ഞാൻ ഇവർ ക്ഷണിക്കണേ. എല്ലാവരെയും കൈയ്യടിയോടും കൂടി ഒരു നല്ല എക്സ്പീരിയൻസ്. സമയം വേഗം തീർക്കട്ടോ. എത്ര നേരം 1:20 നമുക്ക് ഉറപ്പ് അത് ഗ്യാരണ്ടി. അവസാനം CT സമയം എത്ര സമയം ആണ്ട് ഗ്യാരണ്ടി കുറച്ച് പ്രൊഡക്റ്റ് ഉടനെ വെച്ച് അങ്ങനെ പുതിയ അത് വാങ്ങി ഒരേ വെച്ച് ഷോക്കേസ് വെച്ച് അത് സ്റ്റാറ്റസ് ആക്കിയതാണ് ഈ ജീവിതത്തിലെ തുടക്കം. എനിക്ക് പല അവസരങ്ങളിലൂടെ കഴിഞ്ഞു പോയതാണ്. പ്രയാസങ്ങളോടെ ജീവിതത്തിൽ എങ്ങനെയാണ് തട്ടിമുട്ടി ജീവിച്ച് കഷ്ടപ്പെട്ട് പോകാം. ഒരു ചെറിയൊരു എന്റെ വീട്ടില് മകളെ കഴിയാൻ മകള് വിദ്യാഭ്യാസം ബിരിയാണി വീട്ടിലേക്ക് വരുന്നു. വരുന്ന സമയത്ത് അങ്ങനെ ഒരു ദിവസം എനിക്ക് ബാത്റൂമാണ്. എന്റെ മകളെ ഭർത്താവ് റൂമിൽ കിടക്കുന്ന സമയത്ത് കണ്ണു ചുമല് കാരണം അവരെ കാണുന്നത് പ്രയാസമായതുകൊണ്ട് കണ്ടു പോകുന്നത് വേണ്ടി കണ്ണു ചുമന്നിട്ട് ചുമല് തപ്പിട്ട് ബാത്റൂമിൽ പോയി ലേറ്റ് ഇല്ലാതെ വീട്ടിൽ വൈകിട്ട് വരുമാനം വരുന്നവരെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കാൻ ഏറ്റവും ചെറിയൊരു അനുഭവം പറയുന്നത്. ജീവിതത്തിൽ അതുപോലെ ആർക്കും ഒരു കഷ്ടപ്പാടുണ്ടായിട്ടില്ല. അപ്പൊ വിദ്യാഭ്യാസ വൃത്തിയിൽ വന്നിട്ട് ഈ ഒരു അവസ്ഥയിലൊന്നും ആർക്കും വരാൻ ചാൻസ് ഇല്ല. ഏതാനും മേഖലകളിൽ വന്ന ഒറ്റ ചോദ്യമാണ്, കട്ടത്ത് നിൽക്കണം. കട്ടത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു കൊല്ലം ഞങ്ങൾക്ക് ജീവിതം കാറ് പോയിട്ട് സൈക്കിൾ പോലും സ്വപ്നത്തിൽ കാണാതെയാണ് കട്ടത്ത് നിന്നാൽ സാധ്യത ഉറപ്പാണ്. കറക്റ്റ് ഒരു കൊല്ലം സമയത്ത് അന്വേഷണവും ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വിചാരിച്ചു വേറെ പറയാനാണ്. അപ്പോ പിന്നെ മൈലേജും കൈവച്ചിട്ട് ഒരു വർഷം അതുകൊണ്ട് കാർ ഞങ്ങൾ അങ്ങനെ കാർ ബുക്ക് ചെയ്ത് പിന്നെ റിസ കാർ ബുക്ക് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞാൽ വരുമാനം വരാൻ തുടങ്ങിയത് ഇത് റിസ കാർ എന്ന് പറയാനൊക്കെ മടി തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് കേരളത്തിന്റെ 19 ലക്ഷത്തിന്റെ കാലത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ അനുഭവമുണ്ട്. നഗരസഭയിൽ നിന്നും ശമ്പളം കുറച്ച് 7000 3000 ചുറ്റി അങ്ങനെയാണ് ഇതിലേക്ക് ആ സന്ദർഭത്തിൽ വരുന്നത്. അപ്പോ കുട്ടികളെ നമ്മൾ പഠിക്കുന്ന മക്കൾക്കൊക്കെ വല്ലാതെ വിഷമമുണ്ടാകും. കൊറോണ സമയത്ത് വേറെ വരുമാനം കിട്ടുക ഒരു 10000 രൂപ എന്റെ പഠിപ്പിച്ച 10000 രൂപ വരുമാനം വരാൻ അതേ അത് 7000 രൂപ ശമ്പളം വെച്ച് ബാക്കി റുപ്യ ചെയ്യാം. കമ്മിറ്റിക്കാർക്ക് ബാക്കിയുള്ള ശമ്പളം കൊടുക്കാൻ അതുകൊണ്ട് കമ്മിറ്റിക്കാരെ കൊടുത്തിട്ടുണ്ടാകും. അവർ കല്യാണം വെക്കാറുണ്ട്, എന്റെ വീട്ടിൽ മകനെ വെക്കാറുണ്ട്. അവരോട് ഡ്രസ്സൊക്കെ എന്താണ് ഡ്രസ്സൊക്കെ പക്ഷെ ഐഫോൺ ഇല്ലാതെ ഒരു കല്യാണത്തിൽ കൊടുക്കുന്നത്. അത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഐഫോൺ കഴിക്കണം. ആ ഐഫോൺ ഇല്ലാതെ കല്യാണത്തിൽ വരുന്നത് അതിന്റെ റെഡിയാണ്. റെഡി പറഞ്ഞ് അങ്ങനെ പോയി റെഡി ക്യാഷ് കൊടുത്തിട്ടുള്ള ഐഫോൺ പ്രോ മാക്സ് അത് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഐഫോൺ ഒന്നാം പറഞ്ഞ അതേ അവസരത്തിൽ പോയി റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വൈകിട്ട് മാത്രം.
3500 ശമ്പളത്തെ ജീവിച്ച ഉസ്താദിന് ഐഫോണ്, മാക്ബുക്ക്, പിന്നെ വില കൂടിയ കാറ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ ഉസ്താദൊക്കെ ബെൻസ് കാർ ഓടിക്കുന്ന കാറിന്റെ ബെല്ലി മണ്ണെന്ന് പോവില്ല. അതുറപ്പാ. അതിനൊന്നും അധികം സമയം വേണ്ട, വളരെ ചെറിയ സമയം കൊണ്ട് ഇതൊക്കെ സംഭവിക്കും. എന്റെ ആഗ്രഹം അങ്ങനെയല്ല. ഈ ഉമർ ഉസ്താദിനും പോലുള്ള കുറച്ച് ലീഡേഴ്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് കോഴിക്കോട് ബെൻസിന്റെ ഷോറൂം പോയിട്ട് ഒരു ഡസൻ ബെൻസ് എടുത്ത് തങ്ങൾ എന്ത് വിലക്ക് തിരിച്ചോ. അതും അധികം വൈകിക്കൂടാ. ഒരുപാട് വൈകിട്ടില്ല, ഒരു പരിപാടി ഞാൻ നിൽക്കില്ല. എനിക്കെല്ലാം വേഗം വേഗം കാര്യങ്ങൾ നടക്കണം. ഹലോ, എന്നാ ബാക്കി 4 ആൾക്ക് റെഡി ആയിക്കോളി. വേഗം പോയി വില പറയണം. പക്ഷെ നിൽക്കുന്നത് തന്നെ ആക്കാൻ നമുക്ക്. ലിവിങ് ഇസ് ഈസി ബട്ട് ലിവിങ് ബെറ്റർ ഇസ് ഡിഫിക്കൽട്ട്. ജീവിക്കാൻ ആർക്കും പറ്റും, പക്ഷെ നന്നായി ജീവിക്കുന്നത് പ്രയാസമാണ്. എങ്ങനെ ഒരു കൂട്ടർ സൈക്കിളുകൾ പഠിക്കുന്നത് എങ്ങനെയാന്ന് നോക്ക്. ഒരു കൂട്ടർ ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ ഒരു കൂട്ടർ എങ്ങനെയാ ജീവിക്കുന്നത് നിങ്ങൾ നോക്ക്. ഒരു കൂട്ടർ തടി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ മറ്റൊരു തടി വെക്കാനുള്ള കഷ്ടപ്പാടില്ല. നമ്മളെ നാട്ടിലും ഒരു നേരത്തെ ഭക്ഷണം ദഹിക്കാൻ വേണ്ടി കിലോമീറ്റർ നടക്കുന്നവരെ കാണാറുണ്ട്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കിലോമീറ്റർ നടക്കുന്നവരെ വേറെ കാണാറുണ്ട്. ഇതൊക്കെ നമ്മളെ കണ്ണിന് മുമ്പുള്ളതാണ്. ഒരു കൂട്ടർ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആകുമ്പോ മറു കൂട്ടർ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംരക്ഷണങ്ങളില്ലാതെ കമ്പ്യൂട്ടർ ഗെയിമായി മറ്റൊരുത്തന്റെ കളികൾ എന്താ നോക്ക്. ഒരുത്തൻ അഡാസിന് ഷൂ ഇടുമ്പോ മറ്റൊരു ഷൂ എന്താ നോക്ക്. ആളുകൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട്. മറ്റവൻ എണീറ്റോ എന്ന് അറിയാൻ പോലും ആരുമില്ല. മറ്റവനെ കൊഞ്ചി ചെയ്തേപ്പിക്കാൻ ആളുകളുണ്ട്. ഈ 2 ജീവിതവും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വേണമെന്ന് സെലക്ട് ചെയ്തത് നമ്മളാ. ആ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പണിയെടുത്തോളണം. ഇതിനെല്ലാത്തിനും മാറ്റം ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആഗ്രഹിച്ചാൽ നടക്കും എന്ന് പറയാം. എനിക്ക് ഒരു എക്സ്പീരിയൻസ് പറയാൻ ഒരാളെ ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അത്. അവർക്കത് ഇത്ര ആയിരക്കണക്കിന് ആളുടെ മുമ്പിൽ പറയാനുള്ള ധൈര്യം ഉണ്ടാവോ, ഫ്ലോറൻസ് ഉണ്ടാവോ എനിക്കറിയില്ല. ഇല്ല, അത് മനസ്സിലാക്കി എടുക്കണം. നേരെ ചൊവ്വേ മലയാള ഭാഷ പോലും കൈകാര്യം ചെയ്യാൻ അറിയാതെ ഉമ്മയും മോളും കൂടി ബിസിനസ്സിലേക്ക് വന്നിട്ട് ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ റീറ്റെയിലിംഗ് കൂടെ പഠിച്ച് ഇന്ന് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കണ്ട് അത് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കണം. അതിനകത്ത് വില കൂടിയ കാറും ബെൻസും ഓടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കാണുന്ന ചെറിയ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്ത ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഉമ്മയ്ക്ക് തുല്യ സ്നേഹിക്കുന്ന നമ്മൾ ഫാത്തിമ ഉമ്മ അതിനകത്ത് ഉണ്ട്. ഇവിടെ എവിടെയുണ്ട്? എവിടെയുള്ളത്? എവിടെ? വരി വരി വരി, ഒരു നല്ല കൈയൊഴുകി. ഉമ്മാക്കൊന്നും ജീവിതത്തിൽ ഇങ്ങനെ കയ്യടി കിട്ടിയിട്ടുണ്ടാവില്ലപ്പാ. അറിഞ്ഞു കൊടുക്കി, നാളെ നമുക്ക് വാങ്ങാം. ഇങ്ങനെ പക്ഷെ ആർക്കും വേണ്ടായിരിക്കാം. ഇങ്ങനെ ആർക്കും വേണ്ടാത്തവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉന്നത വിജയങ്ങൾ എത്തിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് MI ഹോൾസെയിൽ മാർക്കറ്റിംഗ്. ഉമ്മാക്കിന് ഫ്ലുവന്റായി പറയാൻ അറിയുന്ന എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഞാനത് പറഞ്ഞു തരൂ. കാരണം ആ മനസ്സെനിക്കറിയാം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നവരാ. മങ്ങൾ പറഞ്ഞാൽ മതി, മോള് വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ നോളി, എല്ലാരും കാണണ്ടേ. എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് അങ്ങനെ വിചാരിച്ചിട്ട് എന്തോ മോള് പറയും, ഇത് പൈസ തരണം എന്ന് പറയും. ഇവിടെ എന്താ എപ്പോഴും പൈസ ചോദിക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് നല്ല പൈസ വന്നിരുന്നു ആണ് പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങി വാങ്ങി പിന്നെ ഞാൻ ചെയ്യാൻ പോകാം ആണ് ഇങ്ങനെ ചെയ്ത് കച്ചവടം ചെയ്യുന്നത്. കച്ചവടം ചെയ്തു ഒരു അലമാര വാങ്ങി, ഒരു അലമാര വാങ്ങിയത് വാഷിംഗ് മെഷീൻ വാങ്ങിയത്, ആ മുറ്റം നന്നാക്കിയത്. ഞാനിതിലെ ബിസിനസ് ചെയ്യുന്നുണ്ട്. എല്ലാരും വിട്ടുപോകല്ലേ. ഇങ്ങനെ
കച്ചവടം ചെയ്യുന്ന ജീവിക്കാം പട്ടിണിക്കാളെ പഠിക്കുന്നത് എല്ലാരും ചെയ്യാം. ശരി, മതി മതി മതി, ഇത് മതി 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 പറഞ്ഞാ മതി. നമ്മളെല്ലാരും ഉമ്മാണിത്. ഇനി ഞാൻ പറയാ, ഉമ്മനെ സംസാരം കേട്ടോ മനസ്സിലായ ഒരു തമിഴ് ചോയ, തമിഴ്നാട്ടിലാണ് ബേസ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ. ഒരു മകളുണ്ട്, മകളും ഫുൾ ടൈം നമ്മളിവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൾക്ക് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് താമരശ്ശേരിക്ക് അടുത്ത് പൂരിനടുത്ത് കാന്തപുരത്താണ് AP ഉസ്താൻ നാട്ടിൽ. അവിടുത്തെ സന്മനസ്സുള്ള ആളുകൾ കൂടി അവര് ഒരു സ്ഥലത്ത് താമസാക്കി. ഒരു കൊച്ചു വീടുണ്ട്. ഈ 2 സ്ത്രീകളും ചെറിയ കുഞ്ഞുങ്ങളെ ഉള്ളൂ. മഴക്കാലത്ത് നല്ല തണുപ്പ് വരും. ഒരുപാട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. പട്ടുസാരി മാറി മാറി എടുക്കുന്ന അവസ്ഥ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഉള്ള വസ്ത്രം എടുത്തു വെക്കാൻ സ്ഥലമില്ല. കാന്തപുരത്തെ ഒരു ബേക്കറിയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, മോനെ ഇവിടെ നല്ല ബിസ്ക്കറ്റ് ഉണ്ടെന്ന് പെട്ടി ഒഴിവാക്കുകയാണെങ്കിൽ അത് ഉമ്മാക്ക് മാറ്റി വെക്കണമെന്ന്. അങ്ങനെ ബിസ്ക്കറ്റ് തീരുമ്പോ വരുന്ന പെട്ടികൾ ഉമ്മാക്ക് വേണ്ടി അവരുടെ സെയിൽസ്മാൻ മാറ്റി വെക്കൂ. എന്നിട്ട് ഉമ്മാനെ വിളിച്ചു കൊടുക്കും, ഉമ്മ ഇതാ പെട്ടി കൊണ്ടുപോയിക്കോളി. ആ പെട്ടിയിലാ തുണിയിട്ട് വെക്കണത്. നല്ല തണുപ്പ് വന്നപ്പോ അടിയിൽ പൂല് കയറി, തണുപ്പ് കയറി. എന്നിട്ട് വസ്ത്രങ്ങളൊക്കെ കരിമ്പ് കുത്തിപ്പോയി. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു അലമാര വാങ്ങണമെന്ന്. അത് ഞാൻ സ്വന്തമായി വാങ്ങി എന്നാ അപ്പൊ പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിന് വില കൂടിയ കാറുകളും സ്വപ്ന വാഹനങ്ങളും വില കൂടിയ ബംഗ്ലാവുകളും ഒക്കെ സ്വപ്നം കാണുമ്പോ 3500 രൂപ വില കൊടുത്ത ഒരു അലമാരി വാങ്ങാൻ അത് വലിയ സ്വപ്നമായി കൊണ്ടുവരുന്ന ഉമ്മയാ നമ്മുടെ മുമ്പിൽ ഇപ്പൊ അങ്ങോട്ട് പോയത്. അത് വാങ്ങിയത്. അതിനുശേഷം റീറ്റെയിൽ ചെയ്ത് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ വീണ്ടും മുറ്റത്തിന് കട്ട പാകിയത്, ചെളിയില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട്. മക്കളുടെ കാലിന്റെ വിരലിന്റെ ഇടയിൽ ആ ചെളി കയറിയിട്ട് വ്രണം വരാതിരിക്കാൻ വേണ്ടി വീണ്ടും മുറ്റത്ത് കട്ട പാകിയത്. റീറ്റെയിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റും വാശി കിട്ടുന്നുണ്ട്. ആ കൂടുതൽ പെയർ കമ്മീഷൻ വേറെ കിട്ടുന്നുണ്ട്. ആ പെയർ കമ്മീഷൻ മോള് എടുത്തു കൊടുക്കാൻ പറയണത്. അത് എടുത്തു കൊടുത്തിട്ട് അവർ സ്വന്തമായി ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത്. ആ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി മീറ്റിൽ വെച്ച് ആ വാഷിംഗ് മെഷീൻ കൊടുത്ത ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് എന്നെയായിരുന്നു ക്ഷണിച്ചത്. ഉമ്മ വന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു ചീട്ടുള്ളത് ഇത് കൊടുക്കാൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോക്കൂ, വാഷിംഗ് മെഷീൻ മേലെ കയറ്റാൻ പറ്റത്തുള്ളൂ, അതിന് ബില്ല് കൊണ്ടുപോകണം. അങ്ങനെ ഞാനത് കൈമാറിയത്. എന്നിട്ട് അവിടുന്ന് പറയാണ്, മോനെ ബെല്ലി സാറേ, ഒരു ആഗ്രഹം കൂടി ഉണ്ട്, എനിക്കൊരു കാറും കൂടി വാങ്ങണം. നേരത്തെ ഉമരസ്ഥാനോട് പറഞ്ഞ അതേ നാക്കുകൊണ്ട് പറയാ, എരിവും പുളിയും കൊടുത്ത് നാക്കോട് പറയണേ, ഈ ഉമ്മയൊക്കെ സ്വന്തമായി കാർ സഞ്ചരിക്കുന്നത് കണ്ടിട്ട് വെള്ളി മണ്ണിൽ പോവോ, ഇല്ലേ ചാവാറുള്ളൂ. ആ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ശരിക്കും ഞാൻ കരയൊക്കെ ചെയ്യും കേട്ടോ. നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല, എങ്ങനെ കൂടി ഞാൻ ചെയ്തോളാം. എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ട്. അവരങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഈ ബിസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ ജാതി ഏത്, നിങ്ങളുടെ മതം ഏത്, ലിംഗവ്യത്യാസം അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതൊരു അമ്മ പറ്റ മക്കളെ പോലെ പോക്കാണ്. ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് പണിയെടുക്കുന്ന മേഖലയാ. ഒരുമിച്ച് രക്ഷപ്പെട്ടേ പറ്റൂ. ഇത് ഞങ്ങളുടെ അവസാനത്തെ വണ്ടിയാണ്. കയറി നിൽക്കുന്നവരെ മുഴുവനും ലക്ഷ്യത്തിലെത്തിക്കാൻ ആഗ്രഹമുണ്ട്. കൂടെ നിൽക്കുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചോയ്സ് ഇസ് യുവേഴ്സ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പൊ ഈ ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടം പോലെ പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കിട്ടും. സാധാരണ സ്ത്രീകൾ വീട്ടമ്മമാരൊക്കെ ഇന്ന് കമ്പ്യൂട്ടർ നന്നായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മൊബൈൽ ഫോണുകൾ മിനി കമ്പ്യൂട്ടർ ആയപ്പോ അത് മനോഹരമായി ഉപയോഗിക്കുന്നുണ്ട്. ഫോറിൻ ടൂറുകൾ പോവാം. ഇത് ഞങ്ങൾ പണ്ട് പോയതാ. സുരേന്ദ്ര സാർ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, അപ്പൊ ശൈലേഷ് സാർ നോക്കി നിൽക്കുന്നത്. ഇത് സിംഗപ്പൂരാ. പണ്ടത്തെ ട്രിപ്പായിട്ടാ, പുതിയ ഞാൻ വെച്ചിട്ടില്ല. അതൊക്കെ എല്ലാ ലീഡേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവും. പഴയ ഓർമ്മയിൽ കിടക്കേണ്ടത് വെച്ചാണ്. ഇങ്ങേറ്റം നിൽക്കുന്നത് ഞാനാണ്. തൊട്ടപ്പത്തിൽ നമ്മൾ BJP സാറാട്ടാ. ആ പാട്ട് ആണെങ്കിൽ അറിയാമില്ലേ, ഉഷാദ്. ഞങ്ങള് സിംഗപ്പൂരില് മുസ്തഫ മാൾ കണ്ടതാ. ആ കിടക്കണ ഒന്നും ഞാനാട്ടാ. ബാലൻക്ക് നേരം കിടക്കണാണ്ട് അത് വാങ്ങിയിട്ടാ ഞാൻ. എനിക്ക് എന്തൊരു ആഗ്രഹം നിങ്ങൾക്ക് വിടണമെന്നുള്ളത്. ഹലോ, ബാലൻക്കെല്ലാരും പല സിനിമയിൽ ഇതൊക്കെ ഇട്ടിരിക്കുന്ന സിഗരറ്റ് വെച്ചിരിക്കണ കണ്ടത്. സിഗരറ്റ് വലിക്കില്ലെങ്കിലും ശരി, ഇങ്ങനത്തെ വിടണം ഞാൻ കുറെ കാര്യം ആഗ്രഹിച്ചിരുന്നു. അത് അവിടുന്ന് കിട്ടിയപ്പോ എടുത്തിട്ട് വിട്ടാണ്. ഇത് നമ്മുടെ മലേഷ്യ കൺവെൻഷനാ. ഒരുപാട് വിദേശ യാത്രകൾ പോകാൻ അവസരം കിട്ടിയിട്ടാണ്. ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ കൈ കിട്ടിയതിനു ശേഷം അതിനകത്ത് 100, 200, 500 കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് അവർക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. മറ്റേ നമുക്ക് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓപ്പർച്യൂണിറ്റി ആണ് നമ്മളില്ലെങ്കിലും അവർ ജീവിച്ചോളും.
ഞാൻ കൈ കൊടുത്ത് വളർത്തിയ ആളുകളെല്ലാം നാളെ ഞാൻ ഇല്ലെങ്കിലും മനോഹരമായി ജീവിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പണം കൊടുത്ത് വളർത്തുന്നവരാണെങ്കിലോ നാളെ ഞാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അവർ കഴിയില്ലെന്ന് എനിക്കറിയാം. അപ്പോ മറ്റുള്ള ആളെ സഹായിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയാൻ അവസാനിപ്പിക്കുന്നത്. സാറേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വർഷം നമ്മൾ തുടങ്ങുകയാണ്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉമർ ഉസ്താദിന്റെയും നമ്മുടെ ഫാത്തിമ സൂറ മാഡത്തിന്റെയും ഒക്കെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഒരാവേശമാക്കി ഏത് സാധാരണക്കാരൻ ജീവിതത്തിൽ രക്ഷപ്പെടാനും നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്ക് ഒരു അവസരം കൊടുത്ത് അവരൊക്കെ രക്ഷപ്പെടുത്താനും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ആവുന്നത് മാത്രമല്ല അവരൊക്കെ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവും എന്ന് വിശ്വസിക്കാൻ. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മൾ കുറെ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ടാവില്ലേ? അതുണ്ടാവും. ആ പ്രാർത്ഥന കൂടി കിട്ടേണ്ട ആളാണ് നമ്മള്. ദൈവം സഹായിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ചൊരു കമ്പനിക്കകത്ത് വന്നു പെടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതാരാണോ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നത് അവർക്ക് വേണ്ടി നല്ലൊരു കയ്യടി കൊടുത്തേക്ക്. ദൈവത്തിന്റെ പണി തീർത്തു, ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. ഈ ആ ഓപ്പർച്യൂണിറ്റി മനോഹരമായി ഉപയോഗപ്പെടുത്തുക. റോൾ മോഡലായി നിങ്ങൾ പ്രവർത്തിക്കുക. കൂടെ വന്ന് എല്ലാവർക്കും വരുമാനം ഉറപ്പിക്കുക. നിങ്ങൾ നിങ്ങളെ പണി നന്നായി ചെയ്തു പോവുക. നിങ്ങൾ എപ്പോ കളവ് ചെയ്യാൻ തുടങ്ങുന്നോ അത് നിങ്ങൾ ടീമിന് ചെയ്തു കൊടുക്കും. അത് ഒരിക്കലും പഠിപ്പിക്കാതെ നിൽക്കുക. വലിയ സെയിൽസ്, ബൾക്ക് സെയിൽസ് എടുക്കണ്ട. ആ ഒരു കളവ് പറയരുത്. പണം ക്ലെയിം മീൻസ് കടം വാങ്ങിയ ഇടപാട് നടത്തരുത്. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഐഡിയിൽ അത് കയറിയിരിക്കണം. ദയവ് ചെയ്ത് പരസ്പരം കടം വാങ്ങുന്ന സ്വർണം പണം വാങ്ങി പണം വെക്കുന്നോ ഏർപ്പാട് ചെയ്യരുത്. ലിംഗ വ്യത്യാസങ്ങളിൽ വേറെ ബന്ധങ്ങൾ കൊണ്ടു നടക്കരുത്. ഇവിടെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നുള്ളതിൽ എനിക്ക് യാതൊരു തർക്കമില്ല. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാനാവില്ല. ഒരു ദിവസം ഒരു മാഷ് അയാളെ കുട്ടീനെ കെട്ടിയിട്ട് തല്ലിയാണ്. ഒരു 5 വയസ്സ് പ്രായമുള്ള കുട്ടീനെ കെട്ടിയിട്ട് തല്ലുമ്പോ അമ്മ ഓടി വന്ന് എന്തിനാ മനുഷ്യങ്ങൾ മോനെങ്ങനെ തല്ലുന്നത്? അപ്പോ മാഷ് പറയണേ, എടീ നീ അറിഞ്ഞോ അവൻ ഇന്നലെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരന്റെ പെൻസിൽ മോഷ്ടിച്ചിട്ട് വന്നത്. അവന് പെൻസിൽ വേണമെങ്കിൽ ഞാൻ ദിവസം ഓഫീസിൽ കൊണ്ടുവരില്ലേ? അതന്നെ പ്രശ്നമോ? 30 ദിവസം ഓഫീസിൽ മോഷ്ടിക്കുന്നതുകൊണ്ട് മോൻ നന്നായി ചെറിയ പ്രായത്തിലായി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലീഡേഴ്സ് റോൾ മോഡലായി നിൽക്കുക. അത് കാണിച്ചു കൊടുക്കണ്ട, ഉള്ളത് തിരിച്ചു മുമ്പോട്ട് പോവുക. പിന്നെ വർഷവും ഈ കഴിഞ്ഞ കൊല്ലം എന്തെങ്കിലും എല്ലാം മായ്ച്ചു കളയാ, എല്ലാം മറന്നേക്കുക. എന്നിട്ട് ഈ ഒരു വർഷം കൊണ്ട് ഏറ്റവും മികച്ചത് നേടാനുള്ള ഒരു മികച്ച ടാർഗറ്റിലേക്ക് പോവുക. എന്റെ ആഗ്രഹം ഈ വർഷം ഏറ്റവും ചുരുങ്ങിയത് മിനിമം 5 പുതിയ ITCകൾ, ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് 4 പുതിയ 5 എണ്ണത്തിൽ ക്രിയേറ്റ് ചെയ്യുക. ഒരു 10 CTCകൾ, ഒരു 25 NTCകൾ, ഒരു 75 RTCകൾ. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഈ വർഷം 1000 പുതിയ TCകളെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണോ? അതൊക്കെ ഓരോ ലീഡേഴ്സും ഡിവൈഡ് ചെയ്യാൻ തരും. തൊട്ടടുത്ത ദിവസം തന്നെ കമ്പനിയുടെ കേരള റീജിയണൽ മാനേജർ ഗോപി സാറും ചേർത്ത് ഒരു RTC അല്ലെങ്കിൽ STC ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഓരോ ലീഡേഴ്സും എത്രയാണ് കൊണ്ടുവരുന്നത് എണ്ണ ഞാൻ തരൂ. അത് ടീമിന്റെ സ്ട്രെങ്ത് വെച്ച് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നു, 2026 അവസാനത്തിൽ എവിടെ നിൽക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ കണക്ക് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങോട്ട് നടന്നു വന്നുള്ള കുറെ ആളുകൾ ബൈക്കിലേക്കും കാറിലേക്കും മാറാനും ഇന്ന് കാറിൽ വന്നാലും ഒക്കെ ബ്രാൻഡഡ് കാറുകൾ, ഇത് പ്രീമിയം ക്ലാസ് കാറുകളിലേക്ക് മാറാനും അവസരം ഉണ്ടാവണോ? ഞാൻ നേരത്തെ പറഞ്ഞു പോയ ഒരാഗ്രഹം ഉണ്ടല്ലോ, ഇത് ഒരു 12 ബെൻസിന് ഒരുമിച്ച് വില പറയണം. അതേപോലെ 12 ബെൻസിനും BMW ഓടിക്കൊക്കെ വില പറയുന്ന ഏറ്റവും മികച്ച ടീമായി മാറാൻ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വിജയങ്ങൾ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും അവസാന ശ്വാസം വരെ ഡൽഹി ഉണ്ടാവും എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ന്യായപ്പെടുത്തോളം നേട്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതൊരു കുടുംബ ബിസിനസ്സായി നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് ഒരിക്കലും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബ്രോൺസ് നിൽക്കല്ലേ? പോരെ ഇന്നും കൂടി കഴിയട്ടെ എന്ന് നിൽക്കട്ട. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ
ഇപ്പൊ ചെയ്യാനുള്ള തീരുമാനം എടുക്കുവാൻ മനസ്സിനെ ശക്തമാക്കുകയും രണ്ട് ഭാഗത്തു നിന്ന് അതിനിടയിൽ രണ്ട് എക്സ്പീരിയൻസ് നമ്മൾ കേട്ടല്ലേ 3500 രൂപയിൽ നിന്നും 3.5 ലക്ഷം രൂപയുടെ ഫോണും പാക്കും മാത്രം വാങ്ങാൻ പറഞ്ഞു എന്നാ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പ്രസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം 2 കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. വീടെടുക്കുന്ന സമയത്ത് കാർ പോർച്ച് വേണോ എന്ന് ചോദിച്ചപ്പോ ഒരു സൈക്കിൾ പോലും നിർത്തിടാൻ പറ്റാത്ത എനിക്കെന്തിനാ കാർ പോർച്ച് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കാറ് വാങ്ങിയപ്പോ കാറിന്റെ ബോണറ്റ് പോലും കയറാൻ പറ്റാത്ത കാർ പോർച്ച് സൈക്കിൾ വീട്. പക്ഷേ ഞാൻ ഈ 2 കാർ രണ്ടാമത് ഈ 100 ഓട്ടയുള്ള വങ്ങിയിരിക്കുമ്പോഴാണ് ഞാൻ ഇത് കേട്ടത്. പക്ഷെ 100 ഓട്ടയുള്ള വങ്ങിയിൽ നിന്ന് 1000 നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഈ പുസ്തകം കടന്നു ഭാഗത്ത്